നല്ല മഴയുള്ളൊരു ദിവസം ഞങ്ങൾ കുട്ടികളെയും കൂട്ടി തോടിൽ കുളിക്കുവാൻ പോയതാണ്. നല്ല വെള്ളമുണ്ട് ഇവിടെ. ഞങ്ങളെല്ലാവരും വളരെ ഉല്ലസിച്ച് ചിരിച്ച് സന്തോഷിച്ച് കുളിച്ചവിടെ നിന്ന് കയറി. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും ആ തോടിനെ ഒന്ന് കാണുവാനായി ഞങ്ങളവിടെ ചെന്നതാണ്. ഒരു തുള്ളി വെള്ളം പോലുമില്ല. എല്ലാം പറ്റിയിരിക്കുന്നു. എന്തൊരു പ്രതിഭാസമാണല്ലേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ നാമൊക്കെ കണ്ണുനീർ പൊഴിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു സമയത്ത് കണ്ണുനീരൊഴുകി തീരുന്നത് പോലെ ഈ തോട്ടിലെ വെള്ളവും ഒഴുകിച്ചെന്ന് അറബിക്കടലിലേക്ക് ചേരുന്നു. പിന്നീട് ഇനി മഴയ്ക്കായി കാത്തിരിപ്പിനുള്ള കാലവും. 80 കിഡ്സായ ഞങ്ങൾക്ക് ഇതൊരു പുതുമയല്ല. ഞങ്ങളിതുപോലെ ഒരുപാട് വർഷങ്ങൾ ഈ വരൾച്ചയും ഈ കുത്തൊഴുക്കൊക്കെ കണ്ടവരാണ്. എന്നാൽ 2K കിഡ്സിലെ ഞങ്ങളുടെ മക്കൾക്ക് ഇതൊരു പുതുമ തന്നെ. ഇവർ ഈ വെള്ളത്തിന് മുകളിലൂടെ കല്ലെറിഞ്ഞു കളിക്കുന്നത് തന്നെ ജീവിതത്തിൽ ആദ്യം എന്നതുപോലെ. അതുപോലെ തന്നെ മരത്തിൽ നിന്നും തൂങ്ങി നിൽക്കുന്ന ഇതുപോലുള്ള ഈ വള്ളികളിൽ ഊഞ്ഞാലാടുന്നതും ഇവരുടെ ജീവിതത്തിൽ ഇതാദ്യമായിരിക്കാം. പണ്ടത്തെ കുട്ടികൾ തോട്ടിലും കണ്ടത്തിലും തെങ്ങിൻ തോപ്പിലും കവുങ്ങിൻ തോപ്പിലും കശുമാൻ തോപ്പിലുമൊക്കെ കളിച്ചിരുന്ന കാലം ഇന്ന് എല്ലാവർക്കും അത് ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെയൊക്കെ ജീവിത തിരക്കുകളിൽ കുട്ടികളെ രസിപ്പിക്കുവാനായി നാം മൊബൈൽ ഫോണുകളും മറ്റും നൽകുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് നാം എന്തു ചെയ്തിരുന്നു എന്ന് പോലും നാം ചിന്തിക്കാറില്ല. ഞങ്ങളിന്ന് ഈ തോട്ടിലെത്തിയപ്പോൾ കുട്ടികൾക്ക് വളരെ കൗതുകമായി തോന്നിയ പലതും ഇവിടെയുണ്ട്. ഇതാ ഇവിടെ ചട്ടി പോലെ ഇരിക്കുന്ന ഒരു കല്ല് എന്ന് പറഞ്ഞ് എന്നെ എടുത്ത് കാണിച്ചു തന്നതാണിത്. അതുപോലെ തന്നെ പാറകളിൽ വലിയ വലിയ ഗർത്തങ്ങളും അതിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും ഒക്കെ അവരെ ഭയങ്കര അധികമായി ആകർഷിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് ഞങ്ങൾ ഈ തോട്ടിൽ വന്നപ്പോൾ ഇതിൽ നിറച്ചും വെള്ളമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതൊന്നും കാണാൻ പറ്റിയിരുന്നില്ല. ഈ വെള്ളമില്ലാത്തൊരു സമയത്ത് ഇങ്ങനെ കാണുവാൻ സാധിച്ചത് അവർക്ക് വളരെയധികം കൗതുകമുണർത്തുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിനെയാണ് പറയുന്നത്, വെള്ളമുള്ളപ്പോൾ മാത്രമല്ല നാം തോട്ടിലേക്ക് എത്തേണ്ടത്, വെള്ളമില്ലാത്തപ്പോഴും നാം പോയി കാണേണ്ടിയിരിക്കുന്നു നമ്മുടെ തോടുകളുടെയൊക്കെ അവസ്ഥ. ഒരുപാട് പഴയകാല ഓർമ്മകൾ നിങ്ങൾക്കുണ്ടാകുവാൻ ഈ വീഡിയോ സഹായകരമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനും മറക്കല്ലേ.